സിസ്റ്റർ, ഇവിടെ രാധാ സുരേഷ് എന്നൊരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഏത് മുറിയില്ല? ആ DNC കഴിഞ്ഞെടുക്കുന്ന പേഷ്യന്റ് റൂം നമ്പർ 4. താങ്ക് യു. തുളസിയോ? വാ. രാധേ, നിനക്ക് എന്ത് പറ്റി? കൂടുതൽ യാത്ര ചെയ്തിട്ടാണെന്ന് ഡോക്ടർ പറഞ്ഞത്. ഈ സമയത്ത് ചേച്ചി കൂടുതൽ സൂക്ഷിക്കേണ്ടതായിരുന്നു. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ? അമ്മയുണ്ടായിരുന്നു, രാവിലെ വീട്ടിലേക്ക് പോയി. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. എന്റെ കൂട്ടുകാരൻ ലില്ലിയുടെ ചേച്ചി ഇവിടെ ഉണ്ട്. ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. വാ, കിടക്ക്. ചേച്ചി, എന്ത് പറ്റി ചേച്ചി? കൺഗ്രാജുലേഷൻസ്. ചേച്ചി ഒരു അമ്മയാകാൻ പോകുന്നു. ഹസ്ബൻഡ് ഇവിടെ ഇല്ലേ? ഇല്ല. ബോഡി വളരെ വീക്കാണ്. ഈ മരുന്നുകൾ വാങ്ങിക്കൊടുക്കൂ. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി. എത്രയും വേഗം ചേച്ചി ആ മനുഷ്യനെ ചെന്ന് കാണണം. ഇല്ലമായി, ഞാൻ എന്റെ ജീവന തുല്യമായാണ് ആ മനുഷ്യനെ സ്നേഹിച്ചത്. പക്ഷേ എന്തു തന്നെ തെറ്റ് ചെയ്തിരുന്നാലും ഇപ്പൊ ചേച്ചിക്ക് ആവശ്യം ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. ചേച്ചി പോയേ പറ്റൂ. ഈ വിവരം അമ്മ അറിഞ്ഞാൽ പിന്നെ അമ്മ ജീവിച്ചിരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? നീ എന്നെ നിർബന്ധിക്കരുത് ചേച്ചി. ഇത്രയും വാശി പാടില്ല. നാട്ടുകാരറിഞ്ഞ് കുടുംബത്തിന് ചേറ്റപ്പേരുണ്ടാകുന്നതിന് മുമ്പ് ചേച്ചി അദ്ദേഹത്തെ ചെന്നുകൊണ്ട് എല്ലാം പറയണം. ചേച്ചിക്ക് ചേച്ചിയുടെ വാശിയാണല്ലോ മുഖ്യം, മറ്റുള്ളവരുടെ വേദന പ്രശ്നമല്ലല്ലോ. ഇതെങ്ങനെ പുറത്തറിഞ്ഞാൽ ആരാ? മനസ്സിലായില്ലല്ലോ. എവിടുന്ന് വരുന്നു? എന്റെ പേര് തുളസി. ബാലേട്ടൻ. ഓഹോ, നീയാണല്ലേ തുളസി? ഞാൻ നിന്നെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ മോൻ എവിടെ? എന്റെ മോൻ ഇവിടുന്ന് പോയിട്ട് ദിവസങ്ങൾ എത്രയായെന്നറിയാവോ? പറയൂ, എന്റെ മോൻ എവിടെ? എന്റെ മോനെ നശിപ്പിച്ചത് നീയാണ്. അവൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അമ്മേ, ഞാൻ ഒരമ്മയുടെ വേദന നിനക്കറിയാൻ കഴിയില്ല. നീ ഒരമ്മയായാലേ നിനക്കത് മനസ്സിലാകൂ. ഈ വലിയ വീട്ടിൽ ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അവൻ വരുന്നത് നോക്കിയാണ് ഞാനിവിടെ കഴിയുന്നത്. എന്റെ മോൻ എവിടെയാണെന്ന് പറയൂ.
സാർ ബില്ല് കുറച്ച് അധികമായി. 2 ആഴ്ചത്തെ പെൻഡിങ്ങിനാണ്. മുതലാളി അറിഞ്ഞാൽ. ആവശ്യമുള്ള കാശ പെട്ടിരിപ്പുണ്ടെടുത്തോ. രസീത് വാങ്ങിച്ചോണ്ടിരുന്നത്. കരയാതെ മോളെ, ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. അച്ഛനും മോളും കൂടെ സംസാരിച്ച് സമയം കളയണ്ട. രാഹുകാലത്തിന് മുമ്പ് അവിടെ എത്തണം. എവിടെയും ബാലേട്ട മുഹൂർത്തം തെറ്റി എത്താറുള്ളൂ എന്ന് നീ എന്നെ കുറ്റപ്പെടുത്താറില്ലേ? സത്യമാ, ഇവിടെ എനിക്ക് മുഹൂർത്തത്തിന് എത്താൻ പറ്റിയില്ല. ഐ എം വെരി സോറി. ഹലോ, ഐ എം സോറി. ഞാനൊരു അല്പം കുടിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ മാറ്റം വെച്ച് നോക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ പെങ്ങള് അവള് 10 മാറ്റ് തങ്കമാണ്. എന്റെ അനിയത്തി പാവം, അവളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. മോളെ, നിനക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. സന്തോഷമായിട്ട് പോയോ? വിട വണ്ടി. അങ്കിൾ, രേഖ പോയപ്പോ ഈ വീട് കിളി ഒഴിഞ്ഞൊരു കൂട് പോലെയായി. എന്താ ഇത്? ചോര. എന്താ പാല? ചോര. എന്റെ ചോരയ്ക്ക് മദ്യത്തിന്റെ മണമുണ്ടല്ലേ? മദ്യത്തിന്റെ മണം. പാല, പാല. ബാലന്റെ ലിവർ ഡാമേജ് ആയിട്ടുണ്ട്.
മദ്യത്തിന് അടിമയാകുന്നവർക്ക് സാധാരണ സംഭവിക്കാറുള്ളതാണ്. ഏതായാലും ബാലൻ കുറെ ദിവസം ഇവിടെ കഴിയട്ടെ. സിസ്റ്റർ, ആ റൂം നമ്പർ 15 ഇവർക്ക് ശരിയായി കൊടുക്കും. ശരി ഡോക്ടർ. മിസ്റ്റർ നായർക്ക് വേണേ വീട്ടിൽ പോയിട്ട് വരാം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ബ്ലഡിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡോക്ടർ? ഉടനെ തട്ടിപ്പോകുന്ന ലക്ഷണം വല്ലതും കാണുന്നുണ്ടോ? നത്തിങ് ടു വറി. ഒരു കുഴപ്പവുമില്ല. കുറച്ച് ദിവസം കൊണ്ട് എല്ലാം നേരെയാവും. ഡോക്ടർമാരുടെ സ്ഥിരം വാചകമാണ്. ഈ നിമിഷം മരിച്ചു പോകുമെന്നറിയാവുന്ന രോഗിയോട് പോലും നിങ്ങൾ ഇതേ പറയും. പക്ഷേ ഡോക്ടറുടെ മുഖം പറയുന്നു ഞാനൊരു കോൺ കേസാണ്. ബാലൻ വിചാരിക്കുന്ന പോലെ കാര്യമായ അസുഖമൊന്നുമില്ല. ഒരാഴ്ച ഇവിടെ റെസ്റ്റ് എടുത്താൽ മതി. പക്ഷേ മദ്യപിക്കരുത്, സിഗരറ്റ് വലിക്കാനും പാടില്ല. ഒറ്റയടിക്ക് എല്ലാം കൂടെ നിർത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഡോക്ടർ? ആവശ്യമൊന്നും വന്നാൽ നിർത്തിയല്ലേ പറ്റൂ. സിസ്റ്റർ, മിസ്റ്റർ ബാലന് സമയത്തിന് ഫുഡും മെഡിസിനും കൊടുക്കണം. ആള് മഹാവളപ്പന. ബാലൻ, ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വരാം. ആ, ഇതാ ഈ ക്യാപ്സൂൾ കഴിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെടുവോ? ആ ചേളെ. സിസ്റ്ററെ, ഡോക്ടർ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന സിസ്റ്ററെയാ. സിസ്റ്റർ പേര് പറഞ്ഞില്ല. മായ. കൊള്ളാം, നല്ല പേര്. മോനെ ബാല. എല്ലാ വർഷവും അവർ നേഴ്സസ് ഡേ ആഘോഷിക്കാറുണ്ട്. ചില ചില്ലറ കലാപരിപാടികളൊക്കെ അവർ തല്ലിക്കൂട്ടും. പ്രോഗ്രാമിന് ടൈമായില്ലേ? ഡാൻസ് നടക്കുന്നേ ഉള്ളൂ. ഓഹോ, ഞാൻ ബാക്കിയുള്ളവരെ നോക്കിയിട്ട് വരാം. അതെ. വേഷ ഉഗ്രനായിരിക്കുന്നു. ഒരു തിരുവല്ലാക്കാരി കുഞ്ഞേലിയമ്മയെ പോലെ ഉണ്ട്. ആരാ മേക്കപ്പ് ചെയ്തത്? നന്നായിരിക്കുന്നല്ലോ. ചേച്ചിയാണ്. മോനെ, നമുക്ക് കുഞ്ഞമ്മയുടെ നാടൻ കാണാം. ഇതാണ് എന്റെ ചേച്ചി. ഞാൻ വരട്ടെ.
എനിക്കും ഇഷ്ടമാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മായേ, സിസ്റ്റർ, ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നു? തുളസിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോ കുഞ്ഞോ? വിവാഹം കഴിക്കാതെയും കുഞ്ഞുങ്ങളുണ്ടാവാം. മായേ, മായയോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പേഷ്യൻസിന് ആവശ്യമുള്ളപ്പോ വിളിക്കാൻ വേണ്ടിയാണ് മുറിയിൽ ബെല്ല് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു പേഷ്യന്റ് ആണെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വന്നത് മായയോട് ചില പേഴ്സണൽ കാര്യങ്ങൾ പറയാനാണ്. പേഷ്യന്റിന്റെ പേഴ്സണൽ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയല്ല എന്നെ ഇവിടെ ജോലിക്ക് നിയമിച്ചിരിക്കുന്നത്. മായക്ക് എന്നോടുള്ള ദേഷ്യം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് മായക്ക് എങ്ങനെ വേണമെങ്കിലും എന്നോട് പെരുമാറാം. എന്ത് വേണമെങ്കിലും പറയാം. എനിക്ക് കേൾക്കണമെന്നില്ല. കേൾക്കണം. നിങ്ങളോട് അധികം സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഞാനിങ്ങനെ ആയിത്തീരുന്നതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ എനിക്ക് പറയാനുള്ളത് മായയുടെ ചേച്ചി തുളസി കേട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പ്ലീസ്, ഞാൻ പറയുന്നത് മായെങ്കിലും ഒന്ന് കേൾക്കൂ. ഞാനും തുളസിയും തമ്മിൽ സ്നേഹമായിരുന്നു. അറിയാം, എല്ലാം ചേച്ചി പറഞ്ഞു. ഞാൻ തെറ്റിയതിനായിട്ടായിരിക്കും മായ കരുതിയിരിക്കുന്നു. നിങ്ങളാണോ എന്റെ ചേച്ചിയാണോ തെറ്റിയെന്ന് എനിക്കറിയില്ല. ഒന്നെനിക്കറിയാം, അവിവാഹിത എന്റെ ചേച്ചി നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചു. ആ അപമാനഭാരം താങ്ങാനാവാതെ ഞങ്ങളുടെ അമ്മ മരിച്ചു. പല സ്ത്രീകളുമായി ബന്ധമുള്ള നിങ്ങൾക്ക് ഇത് നിസ്സാരമായിരിക്കാം. പക്ഷെ നിങ്ങളെ മാത്രം സ്നേഹിച്ചിരുന്ന എന്റെ ചേച്ചിയുടെ ജീവിതമാണ് തകർന്നത്. ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് നശിച്ചത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ തുളസിയെ പരിചയപ്പെട്ടതിന് ശേഷം മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. സാഹചര്യങ്ങളും തെളിവുകളും എനിക്കെതിരായിരുന്നു. തുളസി പോലും എന്നെ തെറ്റിദ്ധരിച്ചു. തുളസി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചുകൂടാ. പക്ഷേ എനിക്ക് മായയുടെ ഒരു അപേക്ഷയുണ്ട്. എന്റെ രക്തത്തിൽ ജനിച്ച എന്റെ കുഞ്ഞിനെ കൊതിതീരും വരെ എനിക്കൊന്ന് കാണണം. മാറോട് ചേർത്ത് വെച്ച് അവനെ ഉമ്മ വയ്ക്കണം. എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല മായ. നീ എപ്പോ വന്നു? കുറെ അധികം സമയമായി. ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ പ്ലീസ്. ഇത് പറയാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്. അല്ല, തുളസിയെ സ്നേഹിച്ചു പോയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് ജീവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. തുളസി, ഇനിയും ഞാൻ പറയുന്ന വിശ്വാസമായില്ലെങ്കിൽ നാട്ടുകാർ ബാലിനെ പിടിച്ചെടുത്താൻ കാരണക്കാരിയായ ആ വാസന്തിയെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. വേണമെന്നില്ല. തുളസിയെ ജീവിതത്തിൽ കണ്ടുമുട്ടും പ്രേമിക്കുമെന്ന് കരുതി 10-32 വർഷക്കാലം ബ്രഹ്മചരിയായി കഴിയാനൊന്നും അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് ശരിയാണ്. പക്ഷേ ഒന്ന് ഞാൻ പറയാം, തുളസിയെ കണ്ടുമുട്ടി അന്നു മുതൽ അവനൊരു പുതിയ മനുഷ്യനാവുകയായിരുന്നു. എനിക്ക് മാത്രം അറിയാവുന്ന ഒരു സത്യമാണിത്. അവൻ പ്ലീസ്, ഞാൻ എന്നെ മറക്കാൻ ശ്രമിക്കുകയാണ്. ദേവി, ഇത് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കരുത്. നീ വലിയ പതിവ്രതൊന്നും ചമയണ്ട. വിവാഹം കഴിക്കാതെ തന്നെ അവന്റെ കുഞ്ഞിന്റെ അമ്മയായ ബാലുവിന്റെ ഇന്നത്തെ നിലയെക്കുറിച്ച് ഓർത്തപ്പോൾ പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. സോറി.
ഞാൻ എത്ര പറഞ്ഞിട്ടും തുളസി വിശ്വസിക്കുന്നില്ലടാ. നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു നോക്കി. തുളസിയോട് എനിക്കല്പം ക്രൂരമായി സംസാരിക്കേണ്ടി വന്നു. അവൾ വരില്ല. അവളുടെ മുമ്പ് ഞാൻ തെറ്റുകാരനല്ല. നീ അധികം സംസാരിക്കണ്ട. ചേച്ചി എന്ത് തീരുമാനിച്ചു? എന്റെ തീരുമാനം എന്താണെന്ന് നിനക്കിതുവരെ അറിയില്ലേ? അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചതും. എത്ര തന്നെ തെറ്റ് ചെയ്തിരുന്നാലും ആ മനുഷ്യനെ രക്ഷിക്കാനുള്ള ചുമതല ചേച്ചിക്കില്ലേ? ഒരുമിച്ച് ഹൃദയം പങ്കുവച്ചവരില്ലേ നിങ്ങൾ? ഏത് തെറ്റും ക്ഷമിക്കാനും പൊറുക്കാനും ചേച്ചിക്ക് കഴിയില്ലേ? ചേച്ചി ഒന്നും മനസ്സിലാക്കണം. വളർന്നു വരുന്ന ചേച്ചിയുടെ മോന്റെ ഭാവിയെക്കുറിച്ച് ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? അവൻ അച്ഛനില്ലാത്തവനായി വളർന്നു കാണാൻ ചേച്ചി ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരനിയത്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ചേച്ചി അദ്ദേഹത്തെ പോയി കാണണം. എന്റെ മോൻ ഒരിക്കലും ഇല്ല മോനെ. നമുക്ക് അച്ഛനെ കാണാൻ പോവാം. നമുക്ക് അച്ഛനെ കാണാൻ പോവാം മോനെ. തുളസി, ഒരു ഭർത്താവിന്റെ പരിചരണമില്ലാതെ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചോളാണ് നീ തെറ്റുകാരൻ നിർത്തിക്കപ്പെട്ടവനെങ്കിലും ഒരു ഭർത്താവിന്റെ അച്ഛന്റെ ഹൃദയം എനിക്കുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയില്ല തുളസി. അച്ഛനെന്ന് അവകാശപ്പെടാൻ അർഹതയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ കഴിയോ തുളസി? എന്ത് പലട്ട